ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. ഇത് അയൺ ഡെഫിഷ്യൻസി ഉള്ളവരും മുടി കൊഴിച്ചിലുള്ളവരും ഡെയിലി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ എള്ള് വിളയിച്ച ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ വളരെ ഹെൽത്തി റെസിപ്പി ആയിട്ടുള്ള എള്ള് വിളയിച്ചത് ചെയ്തെടുക്കാൻ വേണ്ടി 2 കപ്പ് എള്ള് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിലെ വെള്ളമെല്ലാം ഒരു കോട്ടൺ ക്ലോത്തിലിട്ട് മാറ്റിയെടുത്തതാണ് കേട്ടോ. ആ എള്ളാണ് നമ്മളിപ്പോൾ ഈ ചൂടായ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒരു സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് വറുക്കേണ്ട ആവശ്യമില്ല. ഈ എള്ള് നന്നായിട്ടങ്ങ് ചൂടായി വന്നാൽ മതിയാവും. ഇപ്പം നമ്മളിവിടെ ഈ എള്ളിങ്ങനെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ എള്ളൊന്ന് ചെറുതായിട്ട് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നമുക്കപ്പോൾ ഈ വറുത്തെടുത്ത എള്ള് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വെച്ചാൽ അതിന് കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ടാവേ. ഇനി അടുത്തതായി നമ്മൾ ആ സെയിം പാനിലേക്ക് തന്നെ 2 കപ്പ് മട്ടാവിലാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഇട്ട് ഒരു സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. വെള്ളാവിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, മട്ടയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണേ. ഇപ്പം നമ്മളുടെ അവിലും ഇതുപോലെ ഇളക്കി കൊടുക്കാൻ തുടങ്ങി ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അവിൽ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മളിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണേ. അടുത്തതായി നമ്മൾ ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഒരല്പം കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനങ്ങനെ അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അത്ര ചേർക്കുക. ഇനിയിപ്പോൾ കാഷ്യൂനട്ട് ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. പക്ഷെ നമ്മൾ ഈ എള്ള് വിളയിച്ചതിലേക്ക് കാഷ്യൂനട്ട് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കപ്പലണ്ടി പീനട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കാഷ്യൂനട്ട് ഇത്രയും മൂത്താൽ മതിയാവും, ഒരുപാടങ്ങ് റെഡിഷ് കളറിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മളൊരല്പം കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഓപ്ഷണലാണ് കേട്ടോ. ഇതിൻ്റെ കിസ്മിസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതൊന്ന് വീർത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ഫ്രഷ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലെ ഈർപ്പം ഒന്ന് മാറുന്നത് വരയ്ക്കും മാത്രം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും തന്നെ ഇതിലെ ഈർപ്പമൊക്കെ മാറിക്കിട്ടുവേ. ഇപ്പം നമ്മളുടെ തേങ്ങയിലത്തെ ഈർപ്പമെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിൽ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ശർക്കര ലായനിയാണ്. അതായത് 2 കപ്പ് ശർക്കര ലായനിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു അളവിലേക്ക് ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണക്കാണ്. 2 കപ്പ് ശർക്കര ലായനി, അതായത് 200 ഗ്രാം ശർക്കര എടുത്ത് 1 കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു പിഞ്ച് ഉപ്പാണ്. അപ്പോൾ ആ മധുരമൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരല്പം ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി അടുത്തതായി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച എള്ളുണ്ടല്ലോ, ആ എള്ള് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആ ചേർത്ത് കൊടുത്ത എള്ള് ഈ ശർക്കരയും അതുപോലെ തേങ്ങയൊക്കെ നന്നായി മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ എള്ള് വിളയിച്ചത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിനൊക്കെ തടയാനും സ്ത്രീകൾക്ക് എസ്പെഷ്യലി എല്ലിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ നമ്മളിപ്പോൾ ഇത് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അവിലാണ്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവിലും കൂടെ ഇതിൻ്റെ കൂടെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഈ എള്ളും അവിലും അതുപോലെ തന്നെ ശർക്കരയും തേങ്ങയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കുകയാണേ. അപ്പോൾ നമ്മൾ അവിലും കൂടെയൊക്കെ ചേർത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ എള്ള് വിളയിച്ചതിൻ്റെ കൂടെ അവിലും കൂടെ വറുത്ത് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിനൊരു ക്രഞ്ചി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഈ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇത്. ഇനി നമ്മൾ അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഏലക്കായയുടെ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്ത ഏലക്കായയുടെ പൗഡറും കൂടെ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണേ. ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ എള്ളുണ്ടയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഉരുട്ടിയെടുക്കാനൊക്കെ ഉള്ളൊരു പണിയുണ്ടല്ലേ. ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ നേരെ ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഉള്ളവരും അതുപോലെ മുടി കൊഴിച്ചിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഡെയിലി ഓരോ സ്പൂൺ വെച്ച് എള്ള് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ഈസി റെസിപ്പി അല്ലേ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ
അപ്പോൾ നമ്മളിപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റി ഒരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നോക്കൂ, കണ്ട പെർഫെക്റ്റ് സ്ട്രക്ചറാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്